ബിൽഡിങ്സ്, പെയിൻറ്റിങ്സ് ആൻഡ് ബുക്സ് എന്ന 10ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഇതിലാദ്യം തന്നെ മരുത്തുസ്വാമിയുടെ ഒരു സ്റ്റോറിയോടെയാണ് തുടങ്ങുന്നത്. മരുത്തുസ്വാമി ആൻഡ് ദി അയൺ പില്ലർ. മരുത്തുസ്വാമി വാസ് സോ എക്സൈറ്റഡ്. വളരെ എക്സൈറ്റഡ് ആണ് മരുത്തുസ്വാമി. ഹിസ് ബ്രദർ had propelled his wheelchair all along the dusty, strong path past the Qutub Minar and up to the metal ramp. ഈ മരുത്തുസ്വാമീൻ്റെ ബ്രദർ അവൻ്റെ വീൽ ചെയർ തള്ളിക്കൊണ്ട് ഈ ഡസ്റ്റി സ്റ്റോണി പാത്തിലൂടെ നമ്മുടെ കുത്തബ് മിനാറൊക്കെ കടന്ന് ഒരു മെറ്റൽ റാമ്പിൻ്റെ അടുത്ത് ചെന്നു. ആൻഡ് ഇറ്റ് ഹാഡ് ബീൻ ടഫ്, ബട്ട് നൗ ഹി വാസ് ദെയർ ഇൻ ഫ്രണ്ട് ഓഫ് ദി ഫേമസ് അയൺ പില്ലർ. ടഫായിരുന്നു അവിടെ എത്തൽ, പക്ഷേ അവൻ ആ പില്ലറിൻ്റെ മുമ്പിൽ എത്തി, ആ ഫേമസ് അയൺ പില്ലറിന് മുമ്പിൽ. ഇറ്റ് വാസ് അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസ്. അവനൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. അപ്പോൾ എന്തായിരുന്നു അത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മെറ്റലർജിയെക്കുറിച്ച് ആദ്യം നോക്കാം. മെറ്റലർജി, the ancient Indian metallurgists made major contributions to the metallurgical history of the world. വേൾഡിൻ്റെ മെറ്റലർജിക്കൽ ഹിസ്റ്ററിയിൽ ഏൻഷ്യൻ്റ് ഇന്ത്യൻ മെറ്റലർജിസ്റ്റ് വലിയ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് ഹാവ് ഷോൺ ദാറ്റ് ദ ഹരപ്പൻസ് വെയർ ദ മാസ്റ്റർ ക്രാഫ്റ്റ്സ്മെൻ ആൻഡ് ഹാഡ് നോളജ് ഓഫ് കോപ്പർ മെറ്റലർജി. അപ്പോൾ ഈ ആർക്കിയോളജിസ്റ്റിൻ്റെ എക്സ്കവേഷൻസിൽ നിന്ന് കണ്ടെത്തിയത് ഹരപ്പൻസ് മാസ്റ്റർ ക്രാഫ്റ്റ്സ്മെൻസ് ആയിരുന്നു. അവർക്ക് കോപ്പർ മെറ്റലർജിയിൽ നല്ല നോളജ് ഉണ്ടായിരുന്നെന്നും ആ കണ്ടെത്തിയ സാധനങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ദേ ഈവൺ മാനുഫാക്ചേർഡ് ബ്രോൺസ് വരെ അവർ മാനുഫാക്ചർ ചെയ്തിരുന്നു. മിക്സിങ് കോപ്പർ ആൻഡ് ടിൻ, കോപ്പറും ടിന്നും മിക്സ് ചെയ്ത് ബ്രോൺസ് വരെ അവരുണ്ടാക്കിയിരുന്നു. While the Harappans belonged to the Bronze Age, ബ്രോൺസ് ഏജുമായിട്ട് അതിൽ ബിലോങ് ചെയ്തിരുന്നത്. ആൻഡ് ദെയർ സക്സസേഴ്സ്, അത് കഴിഞ്ഞു വന്നവർ, ദേ ബിലോങ് ടു അയൺ ഏജ്. ആൻഡ് ഇന്ത്യ പ്രൊഡ്യൂസ്ഡ് ഹൈലി അഡ്വാൻസ്ഡ് ടൈപ്സ് ഓഫ് അയൺ ഫോർജ്ഡ് അയൺ ആൻഡ് റോട്ട് അയൺ, കാസ്റ്റ് അയൺ, അങ്ങനെ പലതരത്തിലുള്ള അയൺ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഇതാണ് ഈ അയൺ പില്ലർ അറ്റ് മെഹ്റോലി, ഡൽഹിയിൽ മെഹ്റോലിയിൽ ഉള്ളതാണ് ഈ അയൺ പില്ലർ. ഈസ് എ റിമാർക്കബിൾ എക്സാമ്പിൾ ഓഫ് സ്കിൽ ഓഫ് ഇന്ത്യൻ ക്രാഫ്റ്റ് പേഴ്സൺസ്. ഇന്ത്യൻ ക്രാഫ്റ്റ് പേഴ്സൻ്റെ സ്കില്ലിന് ഒരു റിമാർക്കബിൾ എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ എക്സാമ്പിളാണ് ഈ അയൺ പില്ലർ. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് അയൺ. മൊത്തം ഇരുമ്പോണ്ട് ഉണ്ടാക്കിയാണ്. 7.2 മീറ്റർ ഹൈ, 7.2 മീറ്റർ ഹൈറ്റ് ഉണ്ട്. ആൻഡ് വെയ്സ് ഓവർ 3 tons അതിൻ്റെ വെയ്റ്റ് ആണ്. ആൻഡ് ഇറ്റ് വാസ് മെയ്ഡ് അബൌട്ട് 1500 years ago. 1500 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതാണ്. വി നോ ദ ഡേറ്റ് ബിക്കോസ് എങ്ങനെയാണ് അതിൻ്റെ ഡേറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ, ദർ ഈസ് ആൻ ഇൻസ്ക്രിപ്ഷൻ ഓൺ ദ പില്ലറിൽ ഇൻസ്ക്രിപ്ഷൻ ഉണ്ട്, കൊത്തിവെച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. മെൻഷനിങ് ദ റൂളർ നെയിംഡ് ചന്ദ്രഗുപ്തനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഹു പ്രോബബ്ലി ബിലോങ് ടു ദ ഗുപ്ത ഡൈനാസ്റ്റിയിൽ നമ്മൾ പഠിച്ചതുമാണ് ചന്ദ്രഗുപ്തൻ. അദ്ദേഹത്തിൻ്റെ പേരാൽ എഴുതി വെച്ചിരിക്കുന്നത്. വാട്ട് ഈസ് അമേസിങ് ഈസ് ദ ഫാക്ട് ദാറ്റ് ദ പില്ലേഴ്സ് ഹാസ് നോട്ട് റസ്റ്റഡ് ത്രൂ ദ സെഞ്ചുറികളായിട്ടും ഈ പില്ലർ റസ്റ്റ് ചെയ്തിട്ടില്ല, തുരുമ്പ് പിടിച്ചിട്ടില്ല. ബിൽഡിങ്സ് ഇൻ ബ്രിക്ക് ആൻഡ് സ്റ്റോൺ. അടുത്തതൊരു ബ്രിക്ക് കൊണ്ടും സ്റ്റോൺ കൊണ്ടും ഉണ്ടാക്കിയ ബിൽഡിങ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ഈ ചാപ്റ്റർ തന്നെ ബിൽഡിങ്സും പെയിൻറ്റിങ്സും ബുക്സിനെ കുറിച്ചാണ്. അതിൽ നമ്മൾ ബിൽഡിങ്സിൻ്റെ പാർട്ടാണ് നോക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യം നോക്കിയത് നമ്മൾ ഈ അയൺ പില്ലറെ കുറിച്ചാണ്. അപ്പോൾ ഇനി അടുത്തത് ബിൽഡിങ്സ് ഇൻ ബ്രിക്ക് ആൻഡ് സ്റ്റോൺ. ദ സ്കിൽസ് ഓഫ് അവർ ക്രാഫ്റ്റ് പേഴ്സൺസ് ആർ ഓൾസോ അപ്പാരൻറ്റ് ഇൻ ദ ബിൽഡിങ്സ് ദാറ്റ് ഹാവ് സർവൈവ്ഡ് സച്ച് ആസ് സ്തൂപങ്ങൾ കുറേ സർവൈവ് ചെയ്തിട്ടുണ്ട്. ഈ സെഞ്ച്വറീസ് എല്ലാം സർവൈവ് ചെയ്ത കുറച്ച് സ്തൂപങ്ങളുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഈ ക്രാഫ്റ്റ് പേഴ്സൺസിൻ്റെ ബിൽഡിങ്സ് ഉണ്ടാക്കുന്നതിലുള്ള അവരുടെ കഴിവ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ദ വേർഡ് സ്തൂപ്പ മീൻസ് മൗണ്ട് എന്ന് പറഞ്ഞാൽ കുന്ന്, ഒരു ഹില്ലാണ്. അതുപോലെയുള്ള ഒരു കൺസ്ട്രക്ഷനാണത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ സ്തൂപം
ഇതൊരു സ്തൂപമാണോ? ഓക്കെ. വൈൽ ദർ ആർ സെവറൽ കൈൻഡ്സ് ഓഫ് സ്തൂപ്പാസ്, പല തരത്തിലുള്ള സ്തൂപങ്ങളുണ്ട്. റൗണ്ട് ആൻഡ് ടോൾ ഉണ്ട്, ബിഗ് ആൻഡ് സ്മോൾ ഉണ്ട്. ആൻഡ് ദീസ് ഹാവ് സർട്ടെയിൻ കോമൺ ഫീച്ചേഴ്സ്. അതിന് ഒരു സർട്ടൻ കോമൺ ഫീച്ചേഴ്സും ഉണ്ട്. ജനറലി ദർ ഈസ് എ സ്മോൾ ബോക്സ് പ്ലേസ്ഡ് അറ്റ് ദ സെൻറ്റർ ഓർ ഹാർട്ട് ഓഫ് ദ സ്തൂപ്പ. സ്തൂപ്പിൻ്റെ ഹാർട്ടിൽ സെൻറ്ററിൽ ഒരു ചെറിയ ബോക്സ് പ്ലേസ് വെച്ചിട്ടുണ്ടാവും. ദിസ് മേ കണ്ടെയ്ൻ ബോഡിലി റിമെയിൻസ്, അല്ലെങ്കിൽ ബോഡിയുടെ റിമെയിൻസ് സച്ച് ആസ് ടീത്തോ ബോണോ ആഷോ, ഒരു മരിച്ച ആളുടെ എങ്ങനെ എന്തെങ്കിലും കാണാറുണ്ട്, ഓഫ് ബുദ്ധ ഓർ ഹിസ് ഫോളോവേഴ്സ് ഓർ തിങ്സ് ദേ യൂസ്ഡ്, ആസ് വെൽ ആസ് പ്രീഷ്യസ് സ്റ്റോൺസ് ഓർ ആൻഡ് കോയിൻസ്. ബുദ്ധൻ്റെ ഫോളോവേഴ്സ് ഉപയോഗിച്ച സാധനങ്ങൾ, അല്ലെങ്കിൽ അവരുടെ തന്നെ എന്തെങ്കിലും ബോഡിലി റിമെയിൻസ്, ആഷസോ അങ്ങനെ പ്രീഷ്യസ് സ്റ്റോൺസോ കോയിൻസോ ഒക്കെ ആ ബോക്സിൽ, ആ ചെറിയ ബോക്സിൽ വെച്ചിട്ടുള്ളതായി കാണപ്പെട്ടിട്ടുണ്ട്. ദിസ് ബോക്സ് നോൺ ആസ് റെലിക് കാസ്കറ്റ്, ഈ ബോക്സിനെ പറയുന്നതാണ് റെലിക് കാസ്കറ്റ് എന്ന്. വാസ് കവേർഡ് വിത്ത് എർത്ത്, അതായത് മണ്ണുകൊണ്ട് കവർ ചെയ്തിട്ടുള്ളതാണ്. ലേറ്റർ എ ലെയർ ഓഫ് മഡ് ബ്രിക്ക് ഓർ ബേക്ക്ഡ് ബ്രിക്ക് വാസ് ആഡഡ് ഓൺ ടോപ്പ്. ടോപ്പിൽ മഡ് ബ്രിക്കോ ബേക്ക്ഡ് ബ്രിക്കോ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ദെൻ ദ ഡോം ലൈക്ക് സ്ട്രക്ചർ വാസ് സംടൈംസ് കവേർഡ് വിത്ത് കർവ്ഡ് സ്റ്റോൺ സ്ലാബ്സ്. കർവ്ഡ് ആയിട്ടുള്ള സ്റ്റോൺ സ്ലാബ് കൊണ്ടും ഈ ഡോം പോലുള്ള ഈ ഡോം കവർ ചെയ്ത് കാണാറുണ്ട്. ഓഫൺ എ പാത്ത്, ഒരു വഴി കാണാം, നോൺ ആസ് ദി പ്രദക്ഷിണ പാത വാസ് ലെയ്ഡ് അറൗണ്ട് ദ സ്തൂപ്പ. സ്തൂപത്തിൻ്റെ ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണ പാതയുണ്ട്. ഈ പ്രദക്ഷിണ പാത, ഈ കാണുന്നതാണ് പ്രദക്ഷിണ പാത. ദിസ് വാസ് സറൗണ്ടഡ് വിത്ത് റെയിലിങ്സ്, അതിൽ റെയിലിങ്സ് ഉണ്ടാവും. ആൻഡ് എൻട്രൻസ് ടു ദ പാത്ത് വാസ് ത്രൂ ദ ഗേറ്റ്വേയിൽ കൂടെ ആയിരിക്കും, ആ പാത്വേയിലോട്ടുള്ള പ്രദക്ഷിണ പാതയിലോട്ടുള്ള വഴി. ഡിവോട്ടീസ് വാക്ക്ഡ് അറൗണ്ട് ദ സ്തൂപത്തിൻ്റെ ചുറ്റും ഡിവോട്ടീസ് നടക്കും. ആൻഡ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ, ക്ലോക്ക് എങ്ങനെയാണ് തിരിയണം ആ ഡയറക്ഷനിൽ, ആസ് എ മാർക്ക് ഓഫ് ഡിവോഷൻ, അവരുടെ ഡിവോഷൻ കാണിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ബോത്ത് റെയിലിങ്സ് ആൻഡ് ഗേറ്റ് വേസ് ആർ ഓഫൻ ഡെക്കറേറ്റഡ് വിത്ത് സ്കൾപ്ചേഴ്സ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കും. ഫൈൻഡ് അമരാവതി ഓൺ മാപ്പ് 7. അമരാവതി എവിടെയാണ്? അമരാവതി on map. This is a place where magnificent stupa was once existed. നല്ല സ്തൂപങ്ങൾ എക്സിസ്റ്റ് ചെയ്ത സ്ഥലമാണ് അമരാവതി. Many of the stone carvings for decorating the stupa were made about 2000 years ago. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ സ്റ്റോൺ കാർവിങ്സ്, അതിനുവേണ്ടി സ്തൂപം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്റ്റോൺ കാർവിങ്സ് കണ്ടെടുത്തിട്ടുണ്ട്. Other buildings were hollowed out of rock to make artificial caves. റോക്കിനെ ഉള്ളിൽ ഓട്ടയാക്കിയിട്ട് അല്ലെങ്കിൽ ഹോളോ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് റോക്ക് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലൊരു കേവ് പോലെയാക്കും. ആൻഡ് സം ഓഫ് ദീസ് വെർ വെരി എലോബറേറ്റ്ലി ഡെക്കറേറ്റഡ് വിത്ത് സ്കൾപ്ചേഴ്സ് ആൻഡ് പെയിൻറ്റഡ് വാൾസ്. അത് ആ കേവുകളെല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാകും, സ്കൾപ്ചേഴ്സ് വെച്ചിട്ടും അതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്തിട്ടൊക്കെ. സം ഓഫ് ദി ഏർലിയസ്റ്റ് ഹിന്ദു ടെമ്പിൾസ് വെർ ഓൾസോ ബിൽറ്റ് അറ്റ് ദിസ് ടൈം. ഈ സമയത്ത് ഓൾഡസ്റ്റ് ഹിന്ദു ടെമ്പിൾസും ആ സമയത്ത് ബിൽഡ് ചെയ്തിട്ടുണ്ട്. Deities such as Vishnu, Shiva, Durga were worshipped in these shrines. ഇങ്ങനെയുള്ള ടെമ്പിൾസിൽ വിഷ്ണുവിനെയും ശിവയെയും ദുർഗയെയും ഒക്കെ ആരാധിച്ചിരുന്നു. The most important part of the temple was the room known as Garbhagriha. Garbhagriha എന്ന് പറഞ്ഞ റൂമാണ് most important part of the temple, where the image of the chief deity was placed. മെയിനായിട്ടുള്ള ആ ദൈവത്തിൻ്റെ ഇമേജ് വെച്ചിരിക്കുന്ന സ്ഥലമാണ് ഈ ഗർഭഗൃഹ. അതാണ് ആ ടെമ്പിളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് റൂം. ആൻഡ് ഇറ്റ് വാസ് ഹിയർ ദാറ്റ് പ്രീസ്റ്റ് പെർഫോം റിലീജിയസ് റിച്വൽസ്. അവിടെയാണ് പ്രീസ്റ്റ് റിലീജിയസ് റിച്വൽസ് പെർഫോം ചെയ്തത്. ആൻഡ് ഡിവോട്ടീസ് ഓഫേർഡ് വർഷിപ്പ് ടു ദ ഡേറ്റിക്ക് ഡിവോട്ടീസ് വർഷിപ്പ് നടത്തിയതൊക്കെ ആ ഗർഭഗൃഹയിലാണ്. ഓഫൻ ആസ് Bitargaon, a tower known as
ഷിക്കാര. ബിതാർഗാവിൽ ഒരു ടവറുണ്ട്, ഷിക്കാര എന്ന് പറഞ്ഞത്. വാസ് ബിൽറ്റ് ഓൺ ടോപ്പ് ഓഫ് ദി ഗർഭഗൃഹേൻ്റെ മുകളിൽ, അതിൻ്റെ മുകളിലായിട്ട് പണിത ഒരു ടവറാണ് ഈ ഷിക്കാര എന്ന് പറയുന്നത്. ടു മാർക്ക് ദിസ് ഔട്ട് ആസ് എ സീക്രട്ട് പ്ലേസ്, അതൊരു സീക്രട്ട് പ്ലേസ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവിടെ ഒരു ടവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ബിൽഡിംഗ് ഷിക്കാരാസ് റിക്വയർഡ് കെയർഫുള്ളായിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം അത് ബിൽഡ് ചെയ്യാനായിട്ട്. മോസ്റ്റ് ടെമ്പിൾസ് ഓൾസോ ഹാഡ് എ സ്പേസ് നോൺ ആസ് മണ്ഡപ. ഒരു മെജോറിറ്റി ടെമ്പിൾസിനും ഒരു പ്ലേസ് ഉണ്ടാവും, മണ്ഡപ എന്ന് പറയും. ഇറ്റ് വാസ് എ ഹാൾ വെയർ പീപ്പിൾ കുഡ് അസംബിൾ. ഒരു ആൾക്കാർക്കൊക്കെ വന്ന് കൂടാനും മീറ്റ് ചെയ്യാനുള്ള, അസംബിൾ ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അത്ര വലിയ ഹാളായിരിക്കും അത്, മണ്ഡപ. ഫൈൻഡ് മഹാബലിപുരം ആൻഡ് എഹോൾ ഓൺ മാപ്പ് 7. മാപ്പ് 7 മഹാബലിപുരവും എഹോളും കണ്ടുപിടിക്കാൻ പറയുകയാണ്. നമുക്ക് ആ മാപ്പ് ഒന്ന് കാണാം. മഹാബലിപുരം ഇവിടെയാണ്, മഹാബലിപുരം. എഹോൾ ഇതാണ്, എഹോൾ ഇതാണ് മഹാബലിപുരം. Okay, and some of the finest stone temples were built in these towns. ഈ ടൗൺസിലാണ് ഫൈനസ്റ്റ് സ്റ്റോൺ ടെമ്പിൾസ് കാണപ്പെട്ടത്, അതായത് ബിൽഡ് ചെയ്യപ്പെട്ടത്. ആൻഡ് സം ഓഫ് ദീസ് ആർ ഷോൺ ഹിയർ. അങ്ങനെയുള്ള കുറച്ച് ടെമ്പിൾസിനെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഗ്രേറ്റ് സ്തൂപ്പ അറ്റ് സാഞ്ചി സ്തൂപമാണത്, മധ്യപ്രദേശിൽ. സ്തൂപ്പാസ് ലൈക്ക് ദിസ് വൺ വെർ ബിൽറ്റ് ഓവർ സെവറൽ സെഞ്ചുറീസ് കൊണ്ട് ഉണ്ടാക്കിയ സ്തൂപമാണ്. വൈൽ ദി ബ്രിക്ക് മൗണ്ട് പ്രോബബിലി ഡേറ്റ്സ് ടു ദ ടൈം ഓഫ് അശോകൻ്റെ സമയത്തുള്ളതാണ് ബ്രിക്സൊക്കെ. ദ റെയിലിങ്സ് ആൻഡ് ഗേറ്റ് വേസ് വെർ ആഡഡ് ഡ്യൂറിങ് ദ ടൈം ഓഫ് ലേറ്റർ റൂളേഴ്സ്. ഇതിൻ്റെ ഈ ഗേറ്റും ഈ റെയിലിങ്സും ഒക്കെ പിന്നീട് വന്ന റൂളേഴ്സ് ആഡ് ചെയ്തതാണ് അതിലോട്ട്. an early temple at ബിതാർഗാവ്, ഉത്തർപ്രദേശിൽ ബിതാർഗാവിൽ ഉള്ള ഒരു ടെമ്പിളാണ്. ദിസ് വാസ് ബിൽഡ് അബൌട്ട് 1500 years ago. 1500 വർഷം മുമ്പ് ഉണ്ടാക്കിയതാണ്. ഇറ്റ് വാസ് മെയ്ഡ് എ ബേക്ക്ഡ് ബ്രിക്ക് ആൻഡ് സ്റ്റോൺ. ബേക്ക്ഡ് ബ്രിക്കും സ്റ്റോണും കൊണ്ടുണ്ടാക്കിയ ഇതൊരു മോണോലിത്തിക് ടെമ്പിളാണ്. മോണോലിത്തിക് എന്ന് പറഞ്ഞാൽ ഒരു കല്ലിൽ, ഒരു പാറയിലുണ്ടാക്കിയ മഹാബലിപുരത്തുള്ള ടെമ്പിളാണ്. ഈച്ച് ഓഫ് ദീസ് വാസ് carved out of a huge single piece of stone. ഒരു വലിയ സിംഗിൾ പീസ് ഓഫ് സ്റ്റോണിൽ നിന്ന് ഉണ്ടാക്കിയതാണ് ഇതൊക്കെ. ആൻഡ് ദിസ് ഈസ് വൈ ദേ ആർ നോൺ ആസ് മോണോലിത്ത്. മോണോ എന്ന് പറഞ്ഞാൽ സിംഗിൾ, ലിത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ, ഒരു സ്റ്റോണിൽ നിന്ന് ഉണ്ടാക്കിയാണ്. അതുകൊണ്ടാണ് മോണോലിത്തിക് ടെമ്പിൾസ് എന്ന് പറയുന്നത്. വൈൽ ബ്രിക്ക് സ്ട്രക്ചേഴ്സ് ആർ ബിൽറ്റ് അപ്പ് ബൈ ആഡിങ് layers of bricks from the bottom upwards. In case of a stone cutters, നമ്മൾ സാധാരണ ബ്രിക്ക് കൊണ്ടുണ്ടാക്കുമ്പോൾ ഒരു ബ്രിക്കിൻ്റെ മുകളിൽ പിന്നത്തെ ബ്രിക്ക് വെച്ചു, അതിൻ്റെ മുകളിൽ പിന്നെ വെച്ചു, അങ്ങനെ മുകളിലോട്ടാണ് ഉണ്ടാക്കി പോകുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ടെമ്പിൾസിൽ, മോണോലിത്തിക്കിൽ, ഇൻ കേസ് ദി സ്റ്റോൺ കട്ടേഴ്സ് ഹാഡ് ടു വർക്ക് ഫ്രം ടോപ്പ് ഡൗൺ. മുകളിൽ നിന്ന് താഴോട്ട് വർക്ക് ചെയ്ത് വരണം, അവർക്ക് കൊത്തി വരണം. ഓക്കെ, ലിസ്റ്റ് ദ പ്രോബ്ലംസ് ദാറ്റ് ദ സ്റ്റോൺ കട്ടേഴ്സ് മേ ഹാവ് ഫേസ്ഡ്. ഈ സ്റ്റോൺ കട്ടേഴ്സ് ഫേസ് ചെയ്ത പ്രോബ്ലംസ് എന്തൊക്കെയായിരിക്കുമെന്ന് ലിസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇത് എന്ന് പറയുന്നത് ദുർഗ ടെമ്പിളാണ്. എഹോളിൽ, ആ എഹോളിൽ ഒരു ദുർഗ ടെമ്പിളാണ്. വാസ് ബിൽറ്റ് അബൌട്ട് 1400 years ago. 1400 yearsന് മുമ്പ്, 1400 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ഒരു ദുർഗ ടെമ്പിൾ. ഹൗ വെർ സ്തൂപ്പാസ് ആൻഡ് ടെമ്പിൾസ് ബിൽറ്റ്? എങ്ങനെയാണ് സ്തൂപങ്ങളും ടെമ്പിൾസും ഉണ്ടാക്കിയത്? There were several stages in building a stupa or a temple. ഒരു സ്തൂപ്പ or ടെമ്പിൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. യൂഷ്വലി കിങ്സ് ഓർ ക്യൂൻസ് ഡിസൈഡഡ് ടു ബിൽഡ് ദീസ് ആസ് ഇറ്റ് വാസ് എൻ എക്സ്പെൻസീവ് അഫെയർ. ഇത് ഒരു വലിയ എക്സ്പെൻസീവ് അഫെയറാണ്. സാധാരണക്കാർക്കൊന്നും ഉണ്ടാക്കൽ നടക്കില്ല. അതുകൊണ്ടാണ് കിങ്ങും ക്യൂനും ഒക്കെയാണ് ഈ ടെമ്പിൾസ് പണി കഴിപ്പിക്കാറ്. ഫസ്റ്റ്, ഗുഡ് ക്വാളിറ്റി സ്റ്റോൺ ഹാഡ് ടു ബി ഫൗണ്ട്. നല്ല ഗുഡ് ക്വാളിറ്റി സ്റ്റോണ് കണ്ടുപിടിക്കണം, അതിനെ ക്വാറി ചെയ്യണം ആൻഡ് ട്രാൻസ്പോർട്ട് ചെയ്യണം ടു ദ പ്ലേസ് വെയർ ദാറ്റ് വാസ് ഓഫൺ കെയർഫുള്ളി ചൂസൺ ഫോർ എ ന്യൂ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്ത സ്ഥലത്തോട്ട് സേഫ്ലി ട്രാൻസ്പോർട്ടും ചെയ്യണം. ആൻഡ് ദെയർ ദീസ് റഫ് ബ്ലോക്സ് ഓഫ് സ്റ്റോൺ ഹാഡ് ടു ബി ഷേപ്ഡ്.
ഈ റഫ് സ്റ്റോണിനെ ഷേപ്പ് ഉണ്ടാക്കണം. ആൻഡ് കാവ്ഡ് ഇൻ ടു പില്ലേഴ്സ് ഉണ്ടാക്കണം. ആൻഡ് പാനൽസ് ഫോർ വാൾസ്, ഫ്ലോർസ് ആൻഡ് സീലിങ്സ്. ഫ്ലോറിനും സീലിങ്സിനും വാളിനും ഒക്കെ ഉള്ള പാനൽസ് ഉണ്ടാക്കണം ആ സ്റ്റോൺ കൊണ്ട്. ആൻഡ് ദെൻ ദീസ് ഹാഡ് ടു ബി പ്ലേസ്ഡ് ഇൻ പ്രിസൈസ്ലി ദ റൈറ്റ് പൊസിഷനിൽ ഈ സ്റ്റോൺസ് വയ്ക്കുകയും വേണം. കിങ്സ് ആൻഡ് ക്യൂൻസ് പ്രോബബ്ലി സ്പെൻഡ് മണി ഫ്രം ദെയർ ട്രഷറി. അവരവരുടെ ട്രഷറിയിൽ നിന്നാണ് ഈ പൈസ സ്പെൻഡ് ചെയ്യുന്നത്. ടു പേ ഫോർ ദ ക്രാഫ്റ്റ് പേഴ്സൺസ് ഹു വർക്ക് ടു ബിൽഡ് ദീസ് സ്പ്ലെൻഡിഡ് സ്ട്രക്ചേഴ്സ്. ഈ സ്ട്രക്ചേഴ്സ് ടെമ്പിൾസ് ഉണ്ടാക്കുന്ന ക്രാഫ്റ്റ് പേഴ്സൺസിന് പേ ചെയ്യാനായിട്ട് അവർ ട്രഷറിയിൽ നിന്നാണ് പേ ചെയ്യുന്നത്. ആൻഡ് ബിസൈഡ്സ്, വെൻ ഡിവോട്ടീസ് കെയിം ടു വിസിറ്റ് ടെമ്പിൾ ഓർ സ്തൂപ്പ, ദേ ഓഫൻ ബ്രോട്ട് ഗിഫ്റ്റ്സ്. അപ്പോൾ ഈ ടെമ്പിളോ സ്തൂപം കാണാൻ വരുന്ന ഡിവോട്ടീസ് അവർക്ക് അവർ ഗിഫ്റ്റൊക്കെ കൊണ്ടുവരും. വിച്ച് വെർ യൂസ് ടു ഡെക്കറേറ്റ് ബിൽഡിങ്സിനെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ആ ഗിഫ്റ്റൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, an association of ivory workersൻ്റെ അസോസിയേഷൻ paid for one of the beautiful gateways at സാഞ്ചിയിലെ ഒരു ഗേറ്റ്വേക്ക് വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഈ ഐവറി വർക്കേഴ്സ് ചെയ്തിരുന്നു. Among the others who paid decorations were merchants, farmers, garland makers, perfumers, smiths, hundreds of men and women who were known only by their names. പേരറിയാവുന്ന കുറച്ച് പേര്, അങ്ങനെയുള്ള പല ആൾക്കാർ, അവരെല്ലാവരും ഇതിനു വേണ്ടി കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ദ നെയിംസ് വിച്ച് വെർ ഇൻസ്ക്രൈബ്ഡ് ഇൻ ദ പില്ലേഴ്സിലും റെയിലിങ്സിലും വാൾസിലൊക്കെ അവരുടെ പേര് കൊത്തി വെച്ചിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻസ് നടത്തിയ ഗിഫ്റ്റ്സ് കൊടുത്ത ആൾക്കാരുടെ എല്ലാം. When you get a chance to visit any of these buildings, remember how several hundreds of people probably worked to construct and decorate them. അപ്പോൾ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കണം, എത്ര ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിളാണ് ഇതിനു വേണ്ടി ഇത് കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട്, ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വർക്ക് ചെയ്തതെന്ന്. അപ്പോൾ അത്രയായിരുന്നു നമ്മൾ ഈ പാർട്ടിൽ നോക്കുന്നത്. ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബിൽഡിങ്സിനെ കുറിച്ചായിരുന്നു. ഇനി അടുത്ത പാർട്ടിൽ നമ്മൾ പെയിൻറ്റിങ്സിനെ കുറിച്ച് നോക്കാം. ഈ ബിൽഡിങ്സിൽ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ നോക്കിയത് ഈ അയൺ പില്ലറെ കുറിച്ചും, പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രിക്കും സ്റ്റോണും കൊണ്ട് എങ്ങനെ ബിൽഡിങ്സ് ഉണ്ടാക്കിയത്, സ്തൂപങ്ങളെക്കുറിച്ചും ഒക്കെ പഠിച്ചു. സ്തൂപത്തിൻ്റെ ഡോം ഷേപ്ഡ് ഉണ്ട്, അതിൻ്റെ ചുറ്റും ഒരു പാതയുണ്ട്, അങ്ങനെയുള്ള എല്ലാം പഠിച്ചു. പിന്നെ ഹൗ വെർ സ്തൂപ്പാസ് ആൻഡ് ടെമ്പിൾസ് ബിൽറ്റ്, എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് പഠിച്ചു. ഇനി അടുത്തത് നമ്മൾ പെയിൻറ്റിങ്സിനെ കുറിച്ച് അടുത്ത പാർട്ടിൽ പഠിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.